1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ എപ്പിസോഡാണ്. ഇതങ്ങോട്ട് തീരുന്നില്ല ഈ വിഷയം. ഭയങ്കര ഒരു വിഷയമായി കിടക്കുക. സ്വതന്ത്രം. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് 9-ാമത്തെ വാക്യത്തിലേക്ക് വരിക. ഒരു കാര്യം ഉറപ്പാണ്, ശുശ്രൂഷന്മാർ എന്ത് ചെയ്യണം? വിശ്വാസികൾ എന്ത് ചെയ്യണം? ദുഷ്ടത, ചതി, വ്യാജഭവം, അസൂയ, നുണ അത് നീക്കാനുള്ള ഉപദേശം കൊടുത്ത്, ഈ മായമില്ലാത്ത പാല് കൊടുത്ത് അവരെ വളർത്തിയെടുക്കണം. കട്ടി കുറഞ്ഞത് ആദ്യം കൊടുക്കണം. തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ പറയണം. തമ്മിൽ തമ്മിൽ ക്ഷമിക്കാൻ പറയണം. അങ്ങനെ പറഞ്ഞ് ഈ 5 വിധ പാപ സ്വഭാവങ്ങൾ മാറ്റി. അത് നമ്മൾ വ്യാജനായിരുന്ന അവർ നന്നാകത്തില്ല. മനസ്സിലായല്ലോ? നമ്മുടെ വ്യാജഭാവങ്ങളെല്ലാം വിടണം. 10 പൈസ കയ്യിലില്ലെങ്കിലും വലിയ കോടീശ്വരനെ പോലെ അഭിനയിക്കുന്നവന്മാരുണ്ട്, പാസ്റ്റർമാർ. സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും സൗന്ദര്യ വസ്തുക്കളെല്ലാം കൂടി വാരി തേച്ച്. ഇന്നാളൊരു പാസ്റ്റർ പറഞ്ഞിട്ട് പുള്ളിയെക്കുറിച്ച് ജനം പറഞ്ഞതാ, ക്രീം തേച്ച് വരുമെന്ന്. അപ്പോൾ മുഖം ഇങ്ങനെ തിളങ്ങുമെന്ന്. അപ്പോൾ പുള്ളിയോട് ആരെങ്കിലും ചോദിച്ചു, അത് ദൈവ തേജസ് ഇറങ്ങുകയാണെന്ന്. ചാട്ടവാറിനടിക്കണ്ടേ? ചാണാമുക്കി അടിക്കണ്ടേ? ചാട്ടവാറില്ലേ അവരൊക്കെ? ദൈവ തേജസ്സായിട്ട് കണ്ടോട്ടെന്ന് ജനം. പാസ്റ്റർമാർ പറയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇത്ര ലജ്ജാവഹം. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. 9-ാം വാക്യത്തിലേക്ക് വരിക. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നമ്മൾ ആരാ? ഓ എൻ്റെ ദൈവമേ, നമ്മൾ ആരാ പ്രിയമുള്ളവരെ? തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, ചോസൻ പീപ്പിൾ. കിങ് ഫാമിലിപ്പെട്ടവരാണ് നമ്മൾ. രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്ത ജനം, ദൈവ കുടുംബത്തിൽ പറഞ്ഞവരാണ് നമ്മൾ. ഓ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തില് ഒരു വാക്യം പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുക. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. ഹല്ലേലൂയാ, സ്തോത്രം. 6-ാം വാക്യം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടിവിച്ച് തൻ്റെ പിതാവാം ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവന്. രാജ്യം എന്നുള്ള സ്ഥാനത്ത് എൻ്റെ ട്രാൻസ്ലേഷനിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. രാജാക്കന്മാരാക്കി തീർത്തവർ. രാജ്യം എന്നുള്ള സ്ഥാനത്ത് രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തവന് എന്നേക്കും മഹത്വവും ബലവും ആമീൻ. നമ്മൾ രാജാക്കന്മാരായി കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പം ഭരണം നടത്തേണ്ട ഭരണകർത്താക്കളാണ് നമ്മൾ. ഇവിടെ കിടന്ന് കേസിന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി വഴക്കുണ്ടാക്കി കോടതി കയറി ഇറങ്ങുന്ന പെന്തക്കോസുകാർ, പാസ്റ്റർമാരും വിശ്വാസികൾ എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ആരാകേണ്ടവരാ? ഈ ലോകത്തെ ഭരിക്കേണ്ടവരാ, ദൂതന്മാരെ ഭരിക്കേണ്ടവരാ. പൗലൂസിന്റെ ശ്രേഷ്ഠമായ പഠിപ്പിക്കലാണത്. പടകും വള്ളവും വലയും പൊട്ടിപ്പൊളഞ്ഞ പടകും കീറിപ്പറഞ്ഞ വലയും പൊട്ടിപ്പൊളിഞ്ഞ പടകും പങ്കായവും വിട്ടിട്ട് വന്നവർ യേശുവിനോട് ചോദിക്കാൻ, ഞങ്ങൾ സകലവും വിട്ട് ഇതിനെ അനുഭവിച്ചു, ഞങ്ങൾക്ക് എന്തോ കിട്ടി? എന്താ ഈ സകലവും വിട്ടത്? മുറിപ്പങ്കായം, പൊട്ടി തുള വീണ പടക്, തുണിയെല്ലാം തിരികെ വെച്ചിരിക്കുക. തുണി ഇളകുമ്പോൾ വെള്ളം ചാടി കയറും, ഉടനെ പിന്നെ അടുത്ത തുണി കുത്തിക്കയറ്റും. പടകിൻ്റെ അവസ്ഥ അതാ. അവർ നിസ്സാരന്മാരായിരുന്നേ. അവരെ കൊണ്ടാ ലോകത്തെ കീഴ്മേൽ വർപ്പിച്ചത്. ഇന്ന് പാസ്റ്റർമാരും ഡോക്ടർമാരും റവറന്റുമാരും വലിയ വലിയ മഹാന്മാരായതുകൊണ്ടാണ് കർത്താവിന് ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്തത്. ആ പഴയ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, അന്ത്രയോസ് അതേ സ്റ്റേജിലേക്കൊന്ന് വന്നു നോക്കിയേ. എനിക്കതൊന്നും അറിയില്ല കർത്താവേ, ഞാൻ കഴിവില്ലാത്തവരാണ്, എനിക്ക് കഴിവ് വേണം. എനിക്ക് ജ്ഞാനമില്ല, ജ്ഞാനം വേണം. എനിക്ക് അറിവില്ല, അറിവ് വേണം. എനിക്ക് വചനജ്ഞാനമില്ല, വചനജ്ഞാനം വേണം. എനിക്ക് ദൈവകൃപയില്ല, ദൈവകൃപ വേണം. ഞാൻ ഒന്നുമില്ല കർത്താവേ, ഞാനൊരു സീറോയാണ് കർത്താവേ. ബാബു ജോൺ വേട്ടമല പാസ്റ്റർ അത് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാനൊരു തെണ്ടിയാണ് കർത്താവേ, ഞാനിതാ അങ്ങയുടെ മുൻപിൽ വന്ന് യാചിക്കുന്നു. എനിക്കൊന്നുമില്ല, എനിക്ക് അങ്ങയുടെ അനുഗ്രഹങ്ങൾ തരണം. സ്വർഗീയമായ അനുഗ്രഹത്തിൻ്റെ കലവറ എനിക്ക് തരണം. എനിക്ക് ശുശ്രൂഷിപ്പാൻ എനിക്ക് കൃപ വേണം, കൃപ വേണം, കൃപ വേണം. ഗ്രേസ് വേണം, കൃപ, കൃപ, കൃപ. കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കൃപ തരും. ആ കൃപ കൊണ്ടാണ് നീ ശുശ്രൂഷിക്കുന്നത്, നിന്റെ കഴിവല്ല.
നിന്റെ പ്രാപ്തിയല്ല. പൗലൂസിനെക്കാളും വലിയ ശുശ്രൂഷകന്മാർ ഇന്ന് ജീവിച്ചിരിപ്പില്ല ഭൂമിയിൽ. ഇനി ജീവിക്കാനും ജനിച്ച് വീഴാനും പോകുന്നില്ല. പൗലൂസ് പറഞ്ഞ ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം, ഞാനൊരു ചാപിള്ളയാണ്, ഞാൻ ആകുന്നത് കൃപയാൽ. 1 കൊരിന്ത്യർ 15 നിങ്ങൾ വായിച്ചു നോക്കിയോ? ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം, സമയത്തിന് മുൻപ് പിറന്നു വീണ ഒരു ചാവുള്ള ഒരു മാംസപിണ്ഡമാണ് ഞാൻ. എനിക്കൊന്നും അറിയത്തില്ല, ഞാനൊരു പുഴുവാണ്, ഞാനൊരു അശുവാണ്, എന്നെ കൊണ്ടൊന്നും കഴിയില്ല കർത്താവേ, ഞാനാകുന്നത് കൃപ. എല്ലാവരെക്കാളും കൂടുതൽ ഞാൻ അധ്വാനിച്ചു, ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവകൃപ എത്രേ. ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ, നിങ്ങളുടെ അഹങ്കാരങ്ങളും നിങ്ങളുടെ നിഗളങ്ങളെല്ലാം തറ വെച്ചിട്ട്, ഐ ഡോണ്ട് നോ എനിത്തിങ്, എനിക്കൊന്നും അറിയത്തില്ല കർത്താവേ, ഞാനൊരു മണ്ടക്കോസിയമാണ്, എനിക്കൊന്നും അറിയത്തില്ല. യെസ്, ഏലിയാവിന് എന്തറിയാം? ഒന്നും അറിയത്തില്ല. നമ്മളെപ്പോലുള്ള ഹൈടെക് യുഗത്തിലല്ല ജീവിച്ചത്, എത്രയോ പുരാന കാലം മുമ്പ് ജീവിച്ചൊരു മനുഷ്യനാണ്. ഒന്നും അറിയത്തില്ല, പക്ഷെ അവന് വിശ്വാസം ഉണ്ടായിരുന്നു, അവന് ദൈവത്തിൻ്റെ ആത്മാവനിലുണ്ടായിരുന്നു. ദൈവം അവനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. നമ്മളെ നിയന്ത്രിക്കുന്ന ജഡമല്ലേ, അല്ലെങ്കിൽ പണമല്ലേ പലരും നിയന്ത്രിക്കുന്നത്? അറിവും കഴിവും പ്രാപ്തിയുമല്ലേ, ഡിഗ്രികളല്ലേ നമ്മളെ നിയന്ത്രിക്കുന്നത്? കൊണ്ട് വലിച്ചെറിഞ്ഞുകളാ, ഒന്നും അറിയത്തില്ലെന്ന് പറ, വീണ് കിടക്ക ഒരു തെണ്ടിയെപ്പോലെ. ബാബു ജോൺ വേട്ടമല പാസ് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര, അത് എത്രയോ അറിവുള്ളൊരു മനുഷ്യനാണ്, അദ്ദേഹമാണ് ആ പറയണമെന്ന് ഓർത്തോണം. ഹിബ്രു ലാംഗ്വേജിൽ വചനം പഠിപ്പിക്കുന്ന അതിശ്രേഷ്ഠനായൊരു ദേവദാസൻ വീൽ ചെയറിൽ ഇരുന്നാ പഠിപ്പിക്കുന്ന ഓർത്തോണം. പ്രതികൂലം എത്ര വലുതാണ്. അദ്ദേഹം പറയുകയാണ്, എനിക്കൊന്നും അറിയത്തില്ല, ഒരു തെണ്ടിയെപ്പോലെ ഒന്നും അറിയാത്തവനായി യാചിക്ക്, ദൈവത്തിൽ കിടക്കെ, കർത്താവ് തരും, കൃപ തരും, അനുഗ്രഹം തരും, ഗ്രീസ് തരും. കർത്താവ് തരുമ്പോൾ അതിലെല്ലാം ഉണ്ടാവും. പിന്നെ ഉന്മാനം കൊടുക്കാനേ കാണുള്ളൂ കേട്ടോ. 11 കോടിയുടെ വീട് ഇവിടെ പാർഷന്മാർ, പ്രസ്ഥാനത്തിൻ്റെ ലീഡർമാർ വെക്കുന്ന പോലെ വെക്കാനൊന്നും നിനക്ക് കിട്ടിയെന്ന് വരില്ല കേട്ടോ. കാട്ടിലക്കിൻ്റെ കാറും ബിയൂക്കിൻ്റെ കാറും ലിങ്കൻ്റെ കാറും, പിന്നെ അതുപോലെ ഇടയ്ക്കൊരു സിനിമാ നടൻ, എനിക്കിത് വലിയ അതിശയം തോന്നി. ആ കാശിന് പോക്കില്ലാത്തവൻ കുറേ സിനിമയിൽ അഭിനയിച്ച് കാശ് കിട്ടിയപ്പോൾ മറ്റുള്ളവരെ പോലെ നടക്കണമെന്ന് 95 ലക്ഷം രൂപയുടെ ഒരു കാറ് വാങ്ങി. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇങ്ങനെ പരസ്യത്തിൽ വന്നപ്പോൾ കണ്ടതാണ്. എന്നിട്ട് അതിൽ നടക്കുക പുള്ളി. ഇപ്പോൾ വീട്ടിൽ പട്ടിണിയാ. കാരണം എന്താ? മറ്റുള്ളവരോടൊപ്പം ആകണം. നമുക്കും അത് ആഗ്രഹം, മറ്റുള്ളവരെ പോലെ ആകണം. അയൽവക്കത്തിൻ്റെ കാറ് 40 ലക്ഷത്തിൻ്റെ, അപ്പം എനിക്ക് ഈ 2 ലക്ഷം 65, ഞാനിപ്പോൾ 65,000 രൂപയുടെ കാറ് കൊണ്ടുവരും. എനിക്കിത് പറ്റത്തില്ല, പറ്റത്തില്ല. 5-10 ലക്ഷത്തിനെങ്കിലും എനിക്ക് വേണം, അത് ആഗ്രഹം. ഇവിടെ ഒന്ന് പോയാൽ പോരെ, ഒന്ന് യാത്ര ചെയ്ത് പോയാൽ പോരെ. വഴി ഇപ്പം ഞാൻ പോയ കാർ ഇച്ചിരി പണിയൊക്കെ ഉള്ളതുകൊണ്ട് വഴി കിടന്നു പോരുക. അപ്പം എനിക്ക് തോന്നി ഒന്ന് മാറ്റണം. മാറ്റിയാലും 1-2 ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള കാർ മേടിച്ചാൽ മതി. ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിൽ വാങ്ങി മാസം തോറും അടച്ചാലും കുഴപ്പമില്ല. നമുക്കൊക്കെ അതല്ലേ പറ്റുള്ളൂ, അത് മതിയെന്നേ. വക്കരിച്ചുള്ള കാശൊന്നും നമുക്ക് വേണ്ട, ദ്രവ്യാഗ്രകളുടെ കാശൊന്നും നമുക്ക് വേണ്ട, പണത്തിന് വേണ്ടി മരിച്ചു കിടക്കുന്നവരുടെ കാശൊന്നും നമുക്ക് വേണ്ട. ഹല്ലേലൂയ. ഉണ്മാൻ ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കണം. പണത്തിൻ്റെ പുറകെ ദൈവമക്കൾ പോകരുത്, ഭൗതികത്തിൻ്റെ പുറകെ ദൈവമക്കൾ പോകരുത്. കർത്താവിൻ്റെ പുറകെ പോകണം, കർത്താവിൻ്റെ വചനത്തിൻ്റെ പുറകെ പോകണം, പ്രമാണത്തിൻ്റെ പുറകെ പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം, കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ചോസൻ പീപ്പിൾ ജാതിയാണ് നമ്മൾ. രാജകീയ പുരോഹിത വർഗമാണ് നമ്മൾ, വിശുദ്ധ വംശമാണ് നമ്മൾ, അന്ധകാരത്തിൽ കിടന്നവരാണ്. പുരോഹിതലേഖനത്തിലൊരു വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വരികയാണ്. ഇതെന്താ നമുക്കൊന്ന് നോക്കാം. പുരോഹിതലേഖനത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. പുരോഹിതലേഖനം 1:13 വാക്യം, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവാം ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. ഇരുട്ട്, സാത്താൻ. എഫേസർ 2:2 വാക്യമുണ്ട്. സാത്താൻ്റെ അടിമനുഖത്തിൽ നമ്മളെ വിടുവിച്ചു. അന്ധകാരത്തിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിതവർഗം, സ്വന്തം ജനം, ദൈവ കുടുംബത്തിലെ അംഗം. എഫേസ്യ ലേഖനത്തിലൊരു വാക്യം തരാം, നമ്മൾ കുടുംബത്തിൽപ്പെട്ടവരാണോ എന്ന് നോക്കാം. എഫേസ്യർ 2:19, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല,
വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും പിതുപുത്ര പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുന്ന ദൈവ കുടുംബത്തിലെ അംഗമാണ് രക്ഷിക്കപ്പെട്ട സഹോദര സഹോദരി നീയും ഞാനും. ഇത് മറന്ന് നമ്മൾ പ്രവർത്തിക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അടുത്ത പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ, നിങ്ങളുടെ ആത്മാവോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്, നമ്മൾ പ്രവാസികളാണ്, പരദേശികളാണ്, ഒരല്പകാലം ഇവിടെ ജീവിച്ചിട്ട് മരിച്ച് മൺമറഞ്ഞു പോകേണ്ടവരാണ്. ക്രോധകലശം വീണാൽ പോലും തകർന്നു പോകാത്ത നിലയിൽ, ഇസ്രയേലിൻ്റെ ഹെവി ബോംബിംഗ് നടത്തിയാൽ പോലും തകർന്നു പോകാത്ത നിലയിലുള്ള കെട്ടിടങ്ങളൊക്കെ പണിത് മനോഹരമാക്കി ജീവിക്കുന്ന പെന്തക്കോസുകാരുണ്ടെങ്കിൽ കേട്ടോണേ, നമ്മൾ പരദേശികളാണ്, പ്രവാസികളാണ്. പ്രവാസി ഒരാൾ വിദേശത്ത് പോയി ജോലി ചെയ്താൽ അവനവിടുത്തെ പ്രവാസിയാ. ആ കറക്റ്റ് കോൺട്രാക്റ്റ് തീരുമ്പോൾ ഇനി പോന്നേക്കണം, അല്ലെങ്കിൽ അവർ ചവിട്ടി പുറത്താക്കും, അല്ലെങ്കിൽ ഉണ്ട തിന്നാൻ പിടിച്ചോണ്ടിടും. പരദേശി ഈ ലോകത്തുനിന്ന് യാത്ര ചെയ്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ ദേശത്തേക്ക്, അത് അബ്രഹാമിനുണ്ടായ ദർശനം. അല്ല, ആ വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടുമെന്ന് എനിക്ക് തോന്നണേ. വാക്യം ഞാനങ്ങ് വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം. ഹല്ലേലൂയ. അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടാറേ അനുസരിച്ച് 8:11-8-9 എവിടേക്ക് പോകുന്നു എന്നറിയാതെ വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടാവകാശികളായ ഇസ്ഹാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. അബ്രഹാം ഒരു പരദേശിയായിരുന്നു, ഒരു പ്രവാസിയായിരുന്നു, ഒരു അന്യദേശത്തുകാരനായിരുന്നു. സഹോദര സഹോദരി, പാസ്റ്ററെ, കുഞ്ഞെ, ആരാണെങ്കിലും കൊള്ളാം ഈ വചനം കേൾക്കുന്നത്, നിങ്ങളൊരു പരദേശിയാ, നിങ്ങൾ പ്രവാസിയാ. ഈ ലോകം വിട്ട് പോകേണ്ടി വരും, ഈ ശരീരം വിട്ട് നിങ്ങൾ പോകേണ്ടി വരും. മണ്ണ് മണ്ണോട് ചേരും. നിന്റെ ആത്മാവ് എങ്ങോട്ട് പോകുമെന്ന് നീ ഉറപ്പ് വരുത്തണം. മരിച്ച് മൺമറയുന്നതിന് മുൻപ് നിന്റെ ആത്മാവ് സ്വർഗത്തിലോ നരകത്തിലോ പോകുമെന്നുള്ളത് ഉറപ്പ് വരുത്തണം, ഉറപ്പ് വരുത്തണം, ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ അപകടത്തിൽ ചെന്ന് ചാടും. രക്ഷിക്കപ്പെട്ടു ശരി, സ്നാനപ്പെട്ടു ശരി, അന്യഭാഷയും പറയും ശരി, പക്ഷെ തുമ്പും വെളിവില്ല. ഹല്ലേലൂയ. ഒരു പത്രോസാ പറയുന്നത്, നിങ്ങൾ പരദേശികളും പ്രവാസികളുമാണ്. എബ്രായ ലേഖനത്തിലും ഉണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. എബ്രായർ 11:13 ഇവരെല്ലാവരും വാഗ്ദത്തം പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ടു. ഏത് കണ്ടു? ദൈവം ശില്പിയായി നിർമ്മിച്ചിട്ട് അടിസ്ഥാനമുള്ള നഗരം കണ്ടു. കണ്ടിട്ട് എന്ത് ചെയ്തു? ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അവർ പ്രാപിച്ച ആ വിശ്വാസത്തിൽ നിലനിന്ന് മരിച്ചു. അവർക്ക് കിട്ടിയ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതിയിൽ നിലനിന്ന് മരിച്ചു. ഇന്ന് മരിക്കുന്നവരൊക്കെ അങ്ങനെയാണോ മരിക്കുന്നത്? ഒരു പുതിയ നിയമ വിശ്വാസി മരിക്കുന്നത് അങ്ങനെയാണോ? പ്രമാണം അനുസരിച്ച് പ്രമാണത്തിൽ നിന്നാണോ മരിക്കുന്നത്? ചന്ദനം വഴി പോയിട്ടല്ലേ മരിക്കുന്നത്? മരിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥിച്ചും പാടിയും സ്വർഗത്തിലേക്ക് കയറ്റാനല്ലേ ഇന്ന് പാസ്റ്റർമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? പാട്ടുപാടി സ്വർഗത്തിൽ കയറ്റുക, പ്രസംഗിച്ച് സ്വർഗത്തിൽ കയറ്റുക, നടക്കില്ല. ഇതൊക്കെ വെറും ശൈശവമാണ്. നിർത്തിക്കോണോ അതൊക്കെ? രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കട്ടി കുറഞ്ഞതും കട്ടി കൂട്ടിയതും കൊടുത്തവരെ വളർത്തിയെടുക്കണം. എവിടം വരെ? ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവ് വരെ. അതിനു മുൻപ് എന്ത് ചെയ്യണം? ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ വചനം പ്രസംഗിച്ച് നീക്കിക്കളയണം അവരിൽ നിന്ന്. അല്ലാതെ ഒന്നും വളരത്തില്ല. ഇന്ന് പ്രസ്ഥാനത്തിൽ കിടക്കുന്നവരാരും ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിൽ വളർന്നവരല്ല. ഒരു ഇച്ചിരി പോലും വളർന്നവരെ കിട്ടാനില്ല. ശിശുവിനെ പോലെ ചിന്തിക്കുകയും ശിശുവിനെ പോലെ സംസാരിക്കുകയും ശിശുവിനെ പോലെ നിരൂപിക്കുകയും ചെയ്യുന്നവരാണ്. പുരുഷത്വത്തിലേക്ക് വന്നാലേ ശൈശവം ത്യജിക്കുള്ളൂ, ഇല്ലെങ്കിൽ ത്യജിക്കില്ല. അതാ കൺവെൻഷൻ നടക്കുമ്പോൾ അടി നടക്കുന്നേ. പന്തലിന് വേണ്ടി അടി നടക്കുന്നതാ. പുട്ടുകൊടുത്തതിൻ്റെ പേരിൽ അടി നടക്കുന്നതാ. കോടതിയും കേസിലും ഇറങ്ങി നടക്കുന്നുണ്ട്. ശൈശവാവസ്ഥ കിടക്കുന്നുണ്ടാ. നീ നഷ്ടം സഹിക്കാത്ത എന്തെന്നല്ലേ പോലീസ് ചോദിക്കുന്നത്? 1 കൊരിന്ത്യർ 6 സഹോദരൻ എന്തിന് അപമാനം വരുത്തുന്നു? അന്യായം ചെയ്യുന്നത് പോരായ്മയാകുന്നു. നഷ്ടം സഹിക്കാത്തതുണ്ട്. സഹിക്കണമെങ്കിൽ ആത്മീയ വളർച്ച ഉണ്ടാകണം. ലക്ഷക്കണക്കിന് രൂപ നഷ്ടം സഹിച്ചവനായി ഇരുന്ന് പ്രസംഗിക്കുന്നേ. തന്നാ തന്ന്, പോയാ പോയി, വന്നാ വന്ന്.
എല്ലാം എന്താ? വേലക്കാരൻ കൂലിക്ക് യോഗ്യം കർത്താവിനെ നടത്തുന്നു അത്ഭുതകരമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന് പല സഹോദരന്മാരെയും കർത്താവ് ഉപയോഗിക്കുന്നു, പല പ്രിയപ്പെട്ടവരും ഉപയോഗിക്കുന്നു. കെരീതി തോട്ടിലിരുന്ന ഒളിച്ചിരിക്കാൻ പറഞ്ഞ ഏലിയാവിനെ എന്ത് ചെയ്തു? കാക്കയാ നടത്തിയത്. ഒരു മനുഷ്യന് ഒരു സാധനം കൊടുക്കാതെ കയ്യിലുള്ളത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന കാക്കയാണ് അവനോട് ഫുഡ് കൊടുത്തത്. കൊട്ടാരത്തിലെ ഫുഡാണ് എടുത്തുകൊണ്ട് കൊടുത്തതെന്നാണ് ചരിത്രം. അത് കഴിഞ്ഞപ്പോൾ ചാകാനിരുന്ന ഒരു വിധവ കൊച്ചും ഒരു ഇച്ചിരി മാവും ഇച്ചിരി എണ്ണയും അടയുണ്ടാക്കി തിന്നാലിരിക്കുക. അപ്പോൾ ഒരു പ്രവാചകൻ പറഞ്ഞു, ആദ്യത്തെ അട നിനക്കുണ്ടാക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേട്ട് അനുസരിച്ച പെന്തക്കോസുകാരിയായ വിധവ. ഇന്ന് ഞാനും നിങ്ങളുമാണെങ്കിൽ അനുസരിക്കത്തില്ല, പോയി പണി നോക്കാൻ പറയും. അവൾ അനുസരിച്ചു. അവളും അവളുടെ ചാർച്ചക്കാരും ക്ഷാമകാലം തീരുന്നത് വരെ ഒരു പിടി മാവ് ഒരല്പം എണ്ണയിൽ നിന്ന് അവർ അഹോവൃത്തി കഴിച്ചു എന്ന് പറഞ്ഞാൽ എന്തൊരു മിറക്കിളാ ദൈവമക്കളെ അത്. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന കർത്താവാണെന്ന് മറന്നു പോകരുത്. ഞാൻ ആ വിഷയത്തിലേക്ക് വരട്ടെ. നമ്മൾ പരദേശികളും പ്രവാസികളുമാണ്. അത് നമുക്ക് എന്തുണ്ട്? നമ്മുടെ ആത്മാവോട് പോരാടുന്ന ജഡമോഹങ്ങളുണ്ട്. നമുക്ക് ജഡമോഹം. പത്രോസിന്റെ ഒരു പ്രയോഗം ഭയങ്കരമാ. ആ പ്രയോഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ താല്പര്യപ്പെടുക. ഹല്ലേലൂയ. പത്രോസിന്റെ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിലെ 3-4 വാക്യങ്ങൾ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. ലോകത്തിൽ നമ്മളെ മോഹിപ്പിക്കുന്ന, നമ്മുടെ ജഡത്തെ മോഹിപ്പിക്കുന്ന നാശമുണ്ട്. ആ നാശം വിട്ടൊഴിഞ്ഞ് ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരണം, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീരണം. ഈ 3 കാര്യങ്ങളില്ലാതെ മോളിലോട്ട് പോകത്തില്ല പെന്തോക്കോസുകാരെ. ചുമ്മാതായി പ്രവൃത്തി മുഴുവൻ. ഈ പാട്ടും പ്രാർത്ഥന ആരാധന മുഴുവൻ ചുമ്മാതാ. ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം പ്രാപിച്ചെടുക്കണം. ഉപദേശം അനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീരണം, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരണം. ഹല്ലേലൂയ. 3 എഴുതിയിട്ടോണം. 3-ലും വാക്യമുണ്ട്. സംശയമുള്ളവർ വിളിച്ചു ചോദിച്ചോണം. ഇപ്പം എനിക്ക് പറയാൻ സമയമില്ല. എന്നാൽ പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ ഹല്ലേലൂയ 4-ാം വാക്യത്തിൽ ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാണ്. ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. ഫിലിപ്പിയ ലേഖനം ക്രിസ്തുയേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളുണ്ടായിരിക്കട്ടെ. 2-ാം അധ്യായത്തിൽ ഇത് 3 പ്രാപിക്കണം വിശ്വാസി. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് ജീവിച്ച്, പുതിയ നിയമ പ്രമാണം അനുസരിച്ച് ജീവിച്ച്, നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം അനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ ഭാവവും ക്രിസ്തുവിൻ്റെ മനസ്സും അവൻ്റെ ദിവ്യ സ്വഭാവവും പ്രാപിക്കാതെ സ്വർഗത്ത് പോകുന്ന പോക്ക് നടക്കില്ല. ഞാനത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കള്ളനെന്ന് വരും ദൈവം മുമ്പാകെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഞാൻ ദൈവത്തിന് കള്ളനായിട്ട് വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവസന്നിധിയിൽ ഞാൻ എനിക്ക് നേരും നെറിയും കാണിക്കണം. കാരണം കർത്താവിൻ്റെ സ്വഭാവം എന്താ? ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവൻ, ആരെയും ഗണ്യമാക്കാത്തവൻ, ആരുടെയും മുഖം നോക്കാത്തവൻ. അങ്ങനെയാ കർത്താവ് ചെയ്ത വചനം പ്രസംഗിച്ചേ. ഇന്നിപ്പോൾ എല്ലാവരും അങ്ങനെയല്ല. കാച്ചുള്ള അച്ചായം വന്നിരുന്ന പിന്നെ അവനങ്ങ് സൂപ്പിച്ച് അവൻ്റെ പേഴ്സ് കാലിയാക്കുക. ഇതൊക്കെയല്ലേ ഇന്ന് നടക്കുന്നേ. സഭയുടെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ചെയ്യുന്ന ഇതാ. അതുകൊണ്ടാണ് സഭ ജീർണിച്ച് കിടക്കുന്നേ. ഇന്ന് കാണുന്ന ഒന്നും സഭയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. സഭ ഇനി ഉണ്ടാകണം. സഭയുടെ അംഗങ്ങൾ ചെതറിക്കിടപ്പുണ്ട്. അവിടെ കൂട്ടിച്ചേർക്കപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ശക്തമായ ഇടപെടലോടുകൂടി അത് സംഭവിക്കുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങൾ ദുഷ്പ്രവൃത്തിക്കാരും ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്
അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. നമ്മുടെ നടപ്പ് നന്നായിരിക്കണം. എങ്ങനെ നടപ്പ് നന്നാകണേ? എഫേസ്യ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് വായിക്കാൻ എനിക്ക് പ്രേരണയുണ്ട്. എഫേസ്യ ലേഖനങ്ങളുടെ റാണിയാണ്. അർത്ഥസേവന നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണവിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടി നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാൽപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചു. ശരീരമെന്ന്, ആത്മാവെന്ന്, കർത്താവൊരുവൻ, വിശ്വാസമെന്ന്, സ്നാനമെന്ന്, എല്ലാവർക്കും നീതിയുള്ളവനും, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും, എല്ലാവരിലും ഇരിക്കുന്നവനുമായി, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇനിയിപ്പോൾ സ്നാനം ഒന്നാണ്, ആത്മാവ് ഒന്നാണ്, വിശ്വാസം ഒന്നാണ്, പ്രത്യാശ ഒന്നാണ്. 100 തട്ടിക്കിടക്കുകയല്ലേ? അതാ എഫേസ്യർ 4 ഞാൻ പറഞ്ഞത്. നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവും ഒന്നുപോലെ ആയിരിക്കണം. അതാ ബാലൻ സാറ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു മരിച്ചത്. വിവിധ തട്ടുകളിൽ ഇന്ന് ക്രൈസ്തവ സഭ പോകുന്നതിൻ്റെ കാര്യം എന്താ? വിവിധ ഉപദേശങ്ങളിൽ അലഞ്ഞൊള്ളുന്ന ശിശുക്കളായി കിടക്കുകയല്ല. അന്യതാ ഉപദേശത്തിൽ കിടക്കുക സഭ. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് സഭ ക്രമീകരിച്ച് വന്നു കഴിയുമ്പോൾ എല്ലാം ക്ലിയർ ആവും. അപ്പോസ്തലൻ പ്രസംഗിക്കുന്നവനെ അവൻ്റെ ഉച്ചി നോക്കി അടിക്കുക ചെയ്യുന്നു. എന്നിട്ട് വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കണ്ടുവരുന്നത് ഒത്തിരി സ്ഥലത്ത് എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. ഓരോ അടി കിട്ടുമ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇടയ്ക്കുള്ളവരെ തന്തയ്ക്ക് വിളിച്ചു, അപ്പോഴും സ്തോത്രം. ഒരുത്തം പറഞ്ഞ് നിന്നെ കൊന്നുകളയും, അപ്പോഴും സ്തോത്രം. തിരുവനന്തപുരക്കാരൻ പച്ച ചീത്ത വിളിച്ചെന്നെ. ഞാൻ അവിടെ പോയി 2-3 വർഷം പ്രവർത്തിച്ചു. പച്ച ചീത്ത. അപ്പോഴും സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ ദുഃഖം ഇന്നും മാറിയിട്ടില്ല. കാരണം അധിക നാൾ വിളിക്കാൻ ആ സഹോദരനുണ്ട്. 45 വയസ്സിൽ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ദൈവം അവനെ ശിക്ഷിച്ചാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വിളിക്കാൻ ആളുണ്ടായില്ലെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ ഭാര്യയും മക്കളും, ആ ഭാര്യ ഇന്ന് വിധവയായിട്ട് കഴിയുക. അവരെ ഓർത്ത് ഇന്നും ഞാൻ ദുഃഖിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെ തൊടുന്നവൾ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. നമ്മൾ മനുഷ്യരാരും തെറ്റുകുറ്റങ്ങളില്ലാത്തവരില്ല. ഈ പറയുന്ന ഞാനും യാക്കോബിൻ്റെ വചനവസ്തുപ്രകാരം സഹോദരന്മാരെ, നാം പലതിലും തെറ്റിപ്പോകുന്നു. യാക്കോബ പറയുന്ന തെറ്റിപ്പോകുന്നെന്ന്. നിങ്ങൾ പ്രവൃത്തി പുസ്തകം 15-ാം അധ്യായം പഠിച്ചാൽ അവിടുത്തെ പ്രധാന അധ്യക്ഷൻ യാക്കോബും പത്രോസും കൂടിയാ സുന്നതോസ് നിയന്ത്രിക്കുന്നത്. ഇന്നത്തെ സുന്നതോസ് നിയന്ത്രിക്കുന്നത്, സഭ നിയന്ത്രിക്കുന്നതും മീറ്റിംഗ് നിയന്ത്രിക്കുന്നതും ഒക്കെ റവറന്റുമാരും ഡോക്ടർമാരാ. കോടതിയിൽ നിന്ന് ഇറക്കാൻ അവർക്ക് സമയമില്ല. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അടുത്ത വാക്യത്തിലേക്ക് വരിക. സകല മാനുഷിക നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. ശ്രേഷ്ഠാധികാരം എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവൻ അലയിക്കപ്പെട്ടവരെന്ന് വെച്ചും നാടിവാഴികൾക്കും കീഴടങ്ങും. നമ്മൾ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ഭരണകർത്താക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കണം. അവിടുത്തെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം. ഒരു വലിയ പ്രസ്ഥാനത്തിലെ ഒരു വിശ്വാസി കോവിഡ് വന്ന സമയത്ത് മാസ്ക് വെക്കാതെ പോയി. ഞാൻ കർത്താവിൻ്റെ ഒരു ദാസൻ, എനിക്ക് മാസ്ക് ഒന്നും വേണ്ട. ഒരു വലിയ മഴയുള്ള സമയത്തോ വെയിലുള്ള സമയത്തോ കുടയുടെ കാലിൽ ഈ മാസ്ക് ഇട്ടിരുന്നു. പോലീസ് നോക്കിയപ്പോൾ മാസ്ക് ഇല്ല. എന്താ മാസ്ക് വെക്കാത്തത്? എനിക്ക് രോഗമൊന്നും വരത്തില്ല. രോഗം വരത്തില്ലായിരിക്കാം, മാസ്ക് വയ്ക്കാൻ നിയമം കിടപ്പുണ്ട്. ഒരു കാര്യം ചെയ്യും, മാസ്ക് വെച്ചോ. പെറ്റിയായിട്ട് ഇത്ര രൂപ അടിച്ച് കൈ കൊടുത്തു. അതോടെ പുള്ളിക്ക് ബോധം വന്നു, ഭക്തന്. അതുകൊണ്ട് സകല മാനുഷിക നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങണം. നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയെ നമ്മൾ ആദരിക്കണം. കോടതി വിധികളെ മാനിക്കണം. തെറ്റോ ശരിയോ ഒക്കെ ആകാം. നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം അതാണ്. ഈ ലോകത്തിലെ നിയമങ്ങളെ നമ്മൾ അനുസരിച്ചേ പറ്റൂ. അതവിടെ പത്രോസ് പഠിപ്പിക്കുന്നേ. അടുത്ത്, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണമെന്നുള്ളതാണ് ദൈവ ഇഷ്ടം. അനേക ദൈവ ഇഷ്ടങ്ങളിൽ ഒരു പ്രധാന ദൈവ ഇഷ്ടം, എന്നെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നുണ്ട്. എത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കും. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക. ഇവിടെ ഒരു ദൈവ ഇഷ്ടം കാണുന്നു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു ക്രൂശിൽ കിടക്കുന്ന സമയത്ത്, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ സഹോദരന്മാർ. എൻ്റെ അമ്മയും സഹോദരന്മാർ ആരാണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ. ഹല്ലേലൂയ. പിതാവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ കമ്പിവാചകം പോലെ
എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റാണ്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മൾ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് എങ്ങനെയാണ്? എൻ്റെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവരുമില്ല, സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ ദിവസം സ്വർഗരാജ്യത്തിൽ കിടക്കുന്നു. ആരാ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്? 1 തെസ്സലോനിയ 5:13 വാക്യങ്ങൾ വായിക്കാം. എൻ്റെ 2ാം പാർട്ട് മുതൽ. തമ്മിൽ സമാധാനമായിരിപ്പിൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിൽ എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. ഈ ദൈവ ഇഷ്ടം ചെയ്താലേ സ്വർഗരാജ്യത്ത് കിടക്കത്തുള്ളൂ. അല്ലാതെ കർത്താവെ കർത്താവെ എന്ന് വിളിച്ച് വലിയ അത്ഭുതം കാണിച്ചുകൊണ്ട് നടന്നാലൊന്നും സ്വർഗരാജ്യത്ത് പോകത്തില്ലെന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. തീർന്നില്ല. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം, സകലവിധ ദോഷവും വിട്ടകലണം. അപ്പോഴാണ് ദൈവ ഇഷ്ടം ചെയ്യുന്നത്. ഞാൻ പോട്ടെ, എനിക്ക് സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ നിർത്തുക. ഈ 2 ക്ലിപ്പോട് കൂടി ഈ ചാപ്റ്റർ അങ്ങ് നിർത്തണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ മുമ്പോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളതാകുന്നു ദൈവ ഇഷ്ടം. സ്വതന്ത്രം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിൻ്റെ ദാസന്മാരായും നടപ്പീൻ. എല്ലാവരെയും ബഹുമാനിപ്പീൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ, ദൈവത്തെ ഭയപ്പെടുവീൻ, രാജാവിനെ ബഹുമാനിപ്പീൻ. ഒരു വകയറിഞ്ഞൂടാത്ത പത്രോസ് ആത്മാവിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ വചനം ഒന്ന് നോക്കി. എല്ലാവരെയും ബഹുമാനിക്കണം, നമ്മൾ സഹോദരവർഗത്തെ സ്നേഹിക്കണം, ദൈവത്തെ ഭയപ്പെടണം, മനുഷ്യനെ ഭയപ്പെടരുത്. അതൊക്കെ ശരിക്കും മനസ്സിലാക്കണം. പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്കും നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടി കീഴടങ്ങിയിരിക്കണം. ഹല്ലേലൂയ. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാകും. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാണ്. നമുക്കതിനൊന്നും കഴിയുന്നില്ല പ്രിയമുള്ളവരെ. സ്തോത്രം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയി. ഇപ്പം ആർക്ക് വേണം ആ മാതൃക? തിരുവനന്തപുരത്തൊരു സഹോദരനുണ്ട്, പേരും നാളും ഞാൻ പറയുന്നില്ല. കട്ടതയെ ശാസിച്ച് കോടികൾ ഉണ്ടാക്കി, കോടിക്കണക്കിന് രൂപയുടെ വീടും വെച്ച് കോടിക്കണക്കിന് രൂപ ബാങ്കിൽ വിട്ട് പുള്ളി ഞെളിജി എന്ന് പറയുക, ഞാൻ സർക്കാരിന് ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട്? അപ്പൊ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ കഞ്ഞിക്ക് വകയില്ലാത്തവന് കോടിക്കണക്കിന് രൂപ കിട്ടി. കർത്താവിൻ്റെ കൂടെ കിടന്ന ശിഷ്യന്മാരുടെ ബയോഡേറ്റ ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എനിക്ക് അതുകൊണ്ട് അത്ര രോഷം ആ കാര്യത്തിൽ വന്നത്. കർത്താവിൻ്റെ കൂടെ കിടന്ന ശിഷ്യന്മാരങ്ങനെയായിരുന്നു. നിങ്ങൾ കേട്ടോന്നേ, വചനം വായിച്ചു കേൾക്കുന്നത് കേട്ടോ. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം. ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കാൻ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്നെനിക്ക് തോന്നുന്നു. 9, 11, 12, 13 1 കൊരിന്ത്യർ 4:11 വാക്യം. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കൊത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്നുവരെയും സകലത്തിൻ്റെ അഴുക്കായി തീർന്നിരിക്കുന്നു. കർത്താവിൻ്റെ കൂടെ നടന്ന അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാരുടെ ബയോഡേറ്റയാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. കൂടെ നടന്ന ശിഷ്യന്മാരെ. ഇന്ന് ഏത് ശിഷ്യന്മാരുണ്ട് ഈ അവസ്ഥയിലുള്ളവരെ? സുവിശേഷ പ്രസംഗം പൈസ ഉണ്ടാക്കാനുള്ള കച്ചവടമാക്കി മാറ്റിയില്ലേ? 94-കാരനായ എന്നെ ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദേവദാസൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് പുച്ഛമായി തോന്നിയത്. സുവിശേഷ വേല ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള മാർഗമാണ്. പൈസയില്ല ജീവിക്കണ്ടേ പാസ്റ്റേ? പൈസയല്ല വേണ്ടത്, ആത്മശക്തിയാ, ദൈവകൃപയാ, കൃപാവരങ്ങളാ. കർത്താവ് പൈസ ആവശ്യത്തിന് തന്നോളും. ഉണ്മാനും ഉടുപ്പാനുണ്ടെങ്കിൽ അധികം മതിയെന്ന് വിചാരിക്കണം. അധികം കിട്ടിയതായിപ്പോൾ കുഴപ്പം. പാസ്റ്റർമാർക്ക് പൈസ വന്ന് കുമിഞ്ഞു കൂടിയതാണ് ഇന്നത്തെ ആത്മീയ കുളത്തെ ജീർണിച്ച അവസ്ഥയ്ക്ക് കാരണം. ഞാനത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. താറാവിൻ്റെ പുറകെ നടന്ന കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുന്ന പാസ്റ്റർ കോടിക്കണക്കിന് രൂപയായപ്പോൾ കയ്യിൽ അംശവടിയും പാമ്പിൻ്റെ വടിയും പിന്നെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ ചുമന്ന വസ്ത്രം ധരിച്ച ഒരു വേശ്യാസ്ത്രീ ഇരിപ്പുണ്ട്. ബാബിലോൺ സാമ്രാജ്യത്തെയാണ് കാണിക്കുന്നത്. അത് സ്ത്രീയൊന്നുമല്ലത്. അതേപോലെ ആയില്ലേ?
കടും ചുവപ്പുള്ള വസ്ത്രവും ധരിച്ച് കയ്യിൽ അംശവടിയും പിടിച്ച് അതിൻ്റെ തുമ്പത്ത് സർപ്പവും. അപ്പോൾ എനിക്ക് മനസ്സിലായി താറാവിൻ്റെ പുറകെ നടന്ന ആ മനുഷ്യൻ്റെ ആത്മീയത കംപ്ലീറ്റ് പോയെന്ന്. അവരെ വാനോളം പുകഴ്ത്തുന്നവരുണ്ട്, പുകഴ്ത്തിക്കോട്ടെ. അതിപ്പോൾ തുണിയില്ലാതെ നടന്നാലും ആൾക്കാർ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. അത് തന്നെ. ഇവിടെ ഇന്ത്യക്കാരനായ ഒരുത്തൻ അമേരിക്കയിൽ പോയി അവിടെ ചത്തൊടുങ്ങി, എൻ്റെ പേര് മറന്നുപോയി. പുള്ളി നഗ്നപൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അതിനുകൊണ്ട് ആൾക്കാർ എടാ അമ്മത്തില്ല രണ്ട് പക്ഷം എല്ലായിടത്തും ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മളതൊന്നും ഓർത്ത് ഭാരപ്പെടണ്ട. ഏത് കോനാമ്പിച്ച് കാണിച്ചാലും അതിൻ്റെ പുറകെ കൂടാൻ ആളുണ്ട്. ഏത് ദുരുപദേശം പറഞ്ഞാലും അതിനെ ഏറ്റുപിടിക്കാൻ ആളുണ്ട്. എനിക്ക് പറയാനുള്ളത് കർത്താവും തൻ്റെ അപ്പോസ്തലന്മാരും തന്നിരിക്കുന്ന ആ പഥ്യവചനം, ആ പഥ്യോപദേശം, ഞങ്ങൾ വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണം, അത് മുറുകെ പിടിച്ചാൽ നമുക്കങ്ങ് ചെല്ലാം. ഇനി വേറൊന്നുകൂടി പറയാം. 2 കൊരിന്ത്യർ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരുടെ ഒരു അവസ്ഥ കൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇതൊക്കെ ചിലർക്കൊക്കെ ഇത് ഒട്ടും അറിഞ്ഞുകൂടായിരിക്കാം. അറിവുള്ളവർക്കായി സ്തോത്രം. അറിവില്ലാത്തവരാണെങ്കിൽ ഒന്ന് കേട്ടോണേ. ബഹു സഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തടവ്, കലഹം, ബദ്ധ്വാനം, ഉറക്കളിപ്പ്. 2 കൊരിന്ത്യർ 6:4 മുതലാണ് വായിക്കുന്നത്. നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവ ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തി അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ട് ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ. ആ 10-ാം വാക്യം എന്നെ എടുത്ത് കുടഞ്ഞ വാക്യം. 2 കൊരിന്ത്യർ 6:10. ദരിദ്രരാണ് പലരെയും സമ്പന്നരാക്കുക. ഇന്നത്തെ ഭക്തന്മാർ കോടീശ്വരന്മാരാണ്. വിശ്വാസികളെ ആത്മീയരാക്കുകയല്ല, ജഡീകന്മാരാക്കുക ചെയ്യുന്നത്. കടലും കരയും നടന്ന ഒരുത്തനെ ഉപദേശം പറഞ്ഞിട്ട് ഇരട്ടിച്ച നരകത്തിന് യോഗ്യരാക്കി തീർക്കുക ചെയ്യുന്നത്. കാരണം എന്താ? സംഭവം മറിഞ്ഞുപോയി, ഉപദേശം മറിഞ്ഞുപോയി. കർത്താവിൻ്റെ വേല ചെയ്യാൻ പണമല്ല വേണ്ടത്, ആത്മീയത വേണ്ടത്, ആത്മശക്തിയാണ് വേണ്ടത്, ദൈവകൃപയാണ് വേണ്ടത്, പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് വേണ്ടത്, ആത്മനിയോഗങ്ങളാണ് വേണ്ടത്. പണം നമുക്ക് ആവശ്യമുള്ള കർത്താവ് തരും, അധികം തരത്തില്ലെന്നേ. ഹല്ലേലൂയ. ഇതാ ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും പലരെയും ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. ആ സന്തോഷം എന്താ? എന്ത് സന്തോഷം അത്? പറഞ്ഞുതരാം. ദൈവരാജ്യം ഭക്ഷണം പാനമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. കഷ്ടതയുടെ തീച്ചുളയിലൂടെ പോകുമ്പോഴിരുന്ന ആത്മാവിൽ ആരാധിച്ചൊക്കെ സന്തോഷം കിട്ടും. ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാ. അതുകൊണ്ടാണ് ഈ പറയുന്നേ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശം. വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, എല്ലാം ഉണ്ടോ. അവസാനം തലയും പോയി. തല പോയപ്പോൾ എന്ത് പറ്റി? കിരീടം വന്ന് കയറി തലയിൽ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിരീടം ഇഷ്ടം പോലെ കിട്ടും. ആ കിരീടം, ഈ കിരീടം പല കിരീടങ്ങളാണല്ലോ. അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. വേഗത്തിൽ ഞാൻ ഈ വചനത്തിൻ്റെ ആ വെളിപ്പാടിലേക്ക് ഞാൻ വരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അടുത്ത്, നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാകും. അതിനായിട്ടല്ലോ നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങളിവിടെ കാണിച്ചു കൊടുക്കും തരുവാൻ മാതൃക. ആ കഷ്ടത ആർക്കും വേണ്ടെന്ന്, കഷ്ടത ആർക്കും വേണ്ട. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽ ചുവടുന്ന ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണയെ പിടിച്ച് തികഞ്ഞവനായി ഇബ്രാലേഖനം. റോമർ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുസിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു, കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. പ്രവൃത്തി പുസ്തകം. ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. 2 കൊരിന്ത്യർ കഷ്ടത അനുഭവിക്കുന്ന എന്തിനാ? മറ്റ് കഷ്ടത്തിൽ ഇരിക്കുന്നവരെ ബലപ്പെടുത്തുവാൻ. ആ കഷ്ടതയിലൂടെ ദൈവം നമ്മെ ബലപ്പെടുത്തുന്നു. കഷ്ടതയുടെ തീച്ചുള്ളിലൂടെ പോയവനെ മറ്റുള്ളവരെ ബലപ്പെടുത്താൻ പറ്റത്തുള്ളൂ. കോടിക്കണക്കിന് കൈ വെച്ചുകൊണ്ട് നടക്കുന്നവരും പറ്റത്തില്ല. ധനം നിമിത്തം ഹൃദയം ഗർവിച്ചു, സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിച്ചു, അറിവ് നിമിത്തം ഹൃദയം ഗർവിച്ചു. ഇന്ന് ഗർവ് കയറിയിരിക്കുക പലർക്കും. വേണ്ട, താണുകിടക്ക്. എനിക്കൊന്നും അറിയത്തില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാനൊരു സാധുവാണ്, എനിക്ക് അങ്ങയുടെ കൃപ വേണം, എനിക്ക് ശക്തി വേണം, എനിക്ക് ബലം വേണം, എനിക്ക് വചനജ്ഞാനം വേണം, എനിക്ക് ആത്മനടത്തിപ്പ് വേണം, എനിക്ക് ദൈവകൃപ വേണം, എനിക്ക് കൃപാവരം വേണം, എനിക്ക് ആത്മഫലം വേണം, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസൗമ്യത, ഇന്ദ്രിയജീവം, ആവിധ ആത്മീയ കൃപാവരങ്ങൾ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ദൈവസന്നിധി കിടന്ന് കരയെ. കർത്താവ് അത് തരും. ഹല്ലേലൂയ.
അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണി പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ ഫലമേൽപ്പിക്കത്രേ ഇത്. പകരം ശകാരിച്ചില്ല. യശയ്യാപ്രവചന്റെ വാക്യം മിന്നൽ പോലെ കയറി വരിക. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നതോട് മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ യേശുവായിരുന്നു. ഒന്ന് ചിന്തിച്ചേ. രോമം കത്തിരിക്കാനായിട്ട് ആടുകളെ കൊണ്ടുപോകുമ്പോൾ ആട് കരയത്തൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് പോകും. അതുപോലെ യേശുവായിരുന്നു. നമ്മളാണെങ്കിലോ ഭൂകമ്പുണ്ടാക്കിയെന്നെ അവിടെ. ഒരു 10 യഹൂദന്മാരെങ്കിലും നമ്മൾ കശാപ്പ് ചെയ്തേനെ ആ സമയത്ത്. ഹല്ലേലൂയ. ബോംബ് വെച്ച് കൊന്നതന്നെ കുറെ എണ്ണത്തിനെ, റോമക്കാരെ യഹൂദന്മാരെ. കർത്താവ് എന്താ ചെയ്തേ? അത്ര പ്രതികാരാഗ്നിയാണ് പെന്തക്കോസ്തുകാർക്ക്. ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ചെറിയൊരു അബദ്ധം കാണിച്ചാൽ പിന്നെ അവനെ കൊന്നേ അടങ്ങുള്ളൂ. ആ നിലയിലായിരിക്കുന്നത്. ആ വിധ സജ്ജീകരണങ്ങളോടെയാ പോകുന്ന പലരും മുമ്പോട്ട്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും ദൈവമേ എന്നോർത്ത് ഞാൻ നിലവിളിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, അടിക്കടി ഇടിക്കിടി എന്തിനും തയ്യാറായി നിൽക്കുന്ന ക്രൈസ്തവ ഗോളം. നിങ്ങൾ മാനസാന്തരപ്പെടാനേ എനിക്ക് പറയാനുള്ളൂ. വേറൊന്നും എനിക്ക് പറയാനില്ല. പെട്ടെന്ന് എൻ്റെ വാക്കുകളെ പറഞ്ഞുകൂടെ നിർത്തട്ടെ. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണി പറയാതെയും ന്യായമായി വിധിക്കുന്നെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുകയും ചെയ്തു. ഞാനതാ ചെയ്യാറുള്ളത്. നാം പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിലുള്ള പാപങ്ങളെ ചുവന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിടരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇത് ഒരു ഭയങ്കര വാക്യമാണ്. പെട്ടെന്നൊന്നും പറയും, ഇതൊരു മെസ്സേജായിട്ട് തന്നെ പറയണം. നാം പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കണം. അതിനാണ് യേശുക്രിസ്തു മരിച്ചത്. പാപം ചെയ്തുകൊണ്ടിരിക്കാനല്ല. പാപസംബന്ധമായി മരിച്ച് നീതി ചെയ്യണം. നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവനിലേക്ക് പോകാനിടയാകണം. അതാ എൻ്റെ ദൈവം വെച്ചിരിക്കുന്ന പ്രോസസ്സിങ്. അതൊന്നും നടക്കുന്നില്ല. ഉപദേശവും പറയുന്നില്ല ആരും. ഒന്നാമത് അറിയത്തില്ല. ആരെങ്കിലും ഒരുത്തും പറയാൻ തുടങ്ങി അവനെ വിട്ട് ക്രൂശിക്കുകയും ചെയ്യും പിടിച്ച്. അതാ ചെയ്യുന്നേ. പ്രിയമുള്ളവരെ, കാര്യങ്ങളുടെ യഥാസ്ഥിതി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ സുവിശേഷത്തിന് വേണ്ടി കോടികൾ നഷ്ടപ്പെടുത്തിയിട്ട് ഇറങ്ങി വന്നൊരു മനുഷ്യനാണ്. അല്ല ചുമ്മാ വെറുതെ വായി നോക്കി നടക്കായിരുന്നില്ല, വീട്ടിലും പിടിച്ച് നടക്കായിരുന്നില്ല. എനിക്കൊട്ട ഭൗതികം മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ടാണ് കർത്താവിൻ്റെ വചനം എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും തിരിഞ്ഞു നോക്കാനില്ല. ആരെയും പേടിക്കണ്ട, ധൈര്യമായിട്ട് പ്രസംഗിക്കാം. കഴുത്തിൽ തലയിരിക്കുന്നവരെ. കാരണം അങ്ങനെ പറയാം, ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കണം. മുഖം നോക്കരുത്, പേഴ്സ് നോക്കരുത്. അങ്ങനെയൊക്കെ നോക്കിയാൽ ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. സോപ്പിട്ട് അവസാനം ഞാനും പോകുന്ന നരകത്തിൽ എൻ്റെ നിന്നാൽ നടത്തപ്പെടുന്ന ആൾക്കാരും നരകത്തിൽ പോകും. അതുകൊണ്ട് മുഖം നോക്കാതെ പറയണം. മുഖപക്ഷം പാടില്ല. പെന്തക്കോസ്ത് പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും. ഹല്ലേലൂയ. നിങ്ങൾ തെറ്റി ഒഴിയുന്ന ആളുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴും നിങ്ങളുടെ ആത്മാക്കളുടെ ഉടയവനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കും. നമ്മൾ ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. കർത്താവ് നമ്മളെ എന്ത് ചെയ്തു? മടക്കി വരുത്തി. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് മടക്കി വരുത്തി. അതുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഒന്നുകൂടി ഞാൻ പറയാം. ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ ഇത് നീക്കി ദൈവവചനം എന്ന മായമില്ലാത്ത പാല് കട്ടി കുറഞ്ഞതും കട്ടി കൂടിയതും അവരെ കുടിപ്പിച്ച് അവരെ വളർത്തി അവരെ ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തുക. ഇല്ലെങ്കിൽ ജനം നശിച്ചു പോകും. ജനം നിത്യനാശത്തിലേക്ക് പോകും. ശുശ്രൂഷകന്മാരായ നമ്മൾ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും. അവർ ഒറ്റ പേടിയെ എന്നെ ഭരിക്കുന്നുള്ളൂ. മനുഷ്യന് ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല. ആ കൂടി ചെയ്യാൻ കഴിയും, ശരീരം പൊളിച്ചു കളയാൻ കഴിയും. എന്നാൽ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്താൻ കഴിയുന്ന മനുഷ്യരാലൂടിയില്ല. അതുകൊണ്ടാണ് മനുഷ്യനെ ഭയപ്പെടരുതെന്ന് കർത്താവ് പറഞ്ഞത്. എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. എന്തുകൊണ്ടും ഒന്ന് പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു. മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് നമ്മളെ പണിതിരിക്കുക. ഈ കല്ലിനെക്കുറിച്ച് പറഞ്ഞാൽ ദാനിയേൽ പ്രവചനൻ്റെ പുസ്തകത്തിൽ ഒരു കല്ലുണ്ട്. അവിടെ ബാബിലോൺ, മേദ്യ, പെർസ, ഗ്രീസ്, റോം സാമ്രാജ്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കി 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കുവാൻ ആ കല്ല് വരാൻ പോവുകയാണ്. കർത്താവിനോടൊപ്പം ഭരണം വേണോ? കർത്താവിനോടൊപ്പം വാഴ്ച വേണോ? കർത്താവിനോടൊപ്പം നമ്മുടെ ആത്മാവ് സുരക്ഷിതമായി വാഴണോ? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. അതിന് സർവശക്തനായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.